ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ ഒരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 പീസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഈ ക്യാരറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് 1 സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം 1 സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് ഉള്ളതാണ്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ 1 സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് 1 സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചിക്കൻ എല്ലൊന്നും ഇല്ലാതെ നമുക്ക് പിച്ചിയിട്ട് കൊടുക്കണം. അതിനു വേണ്ടി ചിക്കൻ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ ചിക്കൻ ഇതുപോലെ എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസുകളായിട്ട് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ സൂപ്പിന് കുറച്ച് കൊഴുപ്പ് വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1-2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കതിനകത്തോട്ട് 1 സ്പൂൺ സോയ സോസും അതുപോലെ തന്നെ 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് മല്ലിയില. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കൊരു മുട്ട എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ മുട്ട കുറേശ്ശെയായിട്ട് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ സൂപ്പ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാലേ ആ മുട്ട എല്ലാ ഭാഗത്തും നന്നായി മിക്സായി വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും എരിവിന് കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പാണിത്. അപ്പോൾ ജോലിക്കൊക്കെ പോയി വരുന്നവരാണെങ്കിൽ രാത്രി ഡിന്നറായിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.